ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കാർത്തികനെ കാണാൻ വേണ്ടി ദിലീപ് കൂട്ടുകാരുടെ കൂടെ പുറപ്പെടാൻ വേണ്ടി പോകുവാണ്. ആ സമയത്ത് അമ്മ ഇങ്ങനെ അവിടെ ബന്ധുക്കളൊക്കെ വരുമ്പോ പറയുന്നുണ്ട്, ഹോ എന്ത് പറയാനാ, ഒരുത്തരിങ്ങനെ വെട്ടുപോത്തിനെ പോലെ കത്തിയായിട്ട് നടക്കുകയല്ലേ, ആകെ പേടിയാണ്. ഈ കല്യാണാലോചന വന്നേ പിന്നെ സമാധാനമായിട്ട് ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്, ഒന്നും സംഭവിക്കില്ലെന്നേ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാം, എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയാണ്. ഇപ്പാണെങ്കിൽ അവൻ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാൻ വേണ്ടി പോകുക, അവന് തിരിച്ചു വരുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിലീപും കൂട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ. അമ്മേ, ഞങ്ങള് ഒന്ന് കാർത്തികയുടെ വീട് വരെ പോവാ, എടാ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. അമ്മ ഇങ്ങനെ പേടിച്ചാലോ അമ്മേ, പിന്നെ പേടിക്കാതെ എങ്ങനെയാടാ, ഞങ്ങൾ കാണായിട്ട് പെണ്ണായിട്ട് നീ ഒരുത്തം മാത്രമേ ഉള്ളൂ, നിനക്ക് ഇതിന് സംഭവിച്ചാ ഞങ്ങൾക്ക് പേടിയാവില്ലേ? ഒന്നും സംഭവിക്കില്ലമ്മേ എന്ന് പറയണം. അപ്പൊ കൂട്ടുകാർ പറയണ്ട, ആന്റി പേടിക്കണ്ട, ഞങ്ങളെല്ലാരും കൂടെ ഇല്ലേ. പിന്നെ അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം കേട്ടോ, എനിക്കതേ പറയാനുള്ളൂ. എന്ത് പറയാനാ, ഈ വിവാഹാലോചന വന്ന് പിന്നെ സമാധാനം ഇല്ല. പിന്നെ ഇത് വേണ്ടെന്ന് വെക്കാൻ പലവട്ടം തോന്നിയതാ, പക്ഷെ ഇവൻ വിവാഹമേ വേണ്ടെന്ന് വെച്ച് നിൽക്കായിരുന്നില്ലേ. ആ പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിവാഹം നടത്താൻ വിചാരിച്ചു. അപ്പോഴല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നത്. ഇനിയിപ്പോ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാലും ഇവൻ വേറൊരു പെൺകുട്ടിനെ വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ടാ എന്തെങ്കിലും ആവട്ടെ വിവാഹം നടത്താന്ന് വെച്ച് തീരുമാനിച്ചത്. അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാം. ശരി അമ്മേ, ഞങ്ങൾ പുറത്തു പോവാ. ഇനി അവൻ ഇവിടെ അകത്ത് കയറാതെ നോക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ട് ദിലീപും കൂട്ടുകാരും അവിടെ നിന്ന് അങ്ങ് പോവാട്ടെ. ആ സമയത്ത് ഗംഗപ്രസാദ് പുറത്ത് ഇങ്ങനെ വാദിക്കാൻ ഇങ്ങനെ നിൽക്കാണ്. അയാളിപ്പോ അകത്ത് കയറാൻ പോകുമ്പോഴേക്കാണ് ദിലീപിന്റെ വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നത്. അത് കാണുന്നത് ഗംഗ അവിടെ തന്നെ നിൽക്കാട്ടോ. അതിനുശേഷം അവര് പോയി കഴിയുമ്പോഴാണ് ഗംഗ അകത്തേക്ക് കയറുന്നത്. അതാണ് അവര് പോയി കഴിയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഹോ ഒരു സമാധാനം ഇല്ല, ഇനിയിപ്പോ അവൻ പോയി വരുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. മനസ്സിനാണെങ്കിൽ ആകെ ഒരു പേടിയാണ്. എങ്ങനെ പേടിക്കാതിരിക്കും? കാട്ടിലുള്ള ആ കാട്ടുമൂപ്പന്, വെറും ഒരു പാവങ്ങളായ കാട്ടുമൂപ്പനെ പോലും കൊന്നിട്ടല്ല അവൻ നാട്ടിലേക്ക് വന്നത് എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. ആ സമയത്താണ് ഗംഗപ്രസാദ് ഇലയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇത് എവിടെയാ വെക്കേണ്ടത് എന്ന് ദിലീപിന്റെ അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, അത് അടുക്കള ഭാഗത്തേക്ക് വെച്ചേക്ക് എന്ന് പറയാണ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അടുക്കളയിലേക്ക് കയറി പോകുക കേട്ടോ. ദിലീപിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് ശരിയാ, ആ ഗംഗപ്രസാദ് ആരെയാ എപ്പോഴാ കൊല്ലണമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അത് മാത്രോ, ആ ഗംഗപ്രസാദ് ഇപ്പൊ ജയിലിൽ പോയാലും സമാധാനക്കേടാ. അവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിന്നവള്, അവളാണല്ലോ കിരണിനെയും ബൈജുവിനെയും അതുപോലെ തന്നെ കല്യാണിന്റെ അച്ഛനെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് കിരണിനെ കൊല്ലാൻ നോക്കിയപ്പോ കല്യാണിന്റെ അച്ഛനെ കുത്തു കിട്ടിയത്. ഹോ അതുപോലത്തെ വെട്ടുപോകത്തിന് പോലത്തെ ഒരു ജന്മം എന്നൊക്കെ പറയാണ്. എന്ത് പറയണ, ഈ കല്യാണം വേണ്ടെന്ന് വരെ തോന്നിയതാണ്, അവന്റെ ഒറ്റ ആൾ നിർബന്ധത്തിനാ ഞങ്ങളിപ്പോ ഇതിനെയൊക്കെ കൂട്ടു നിൽക്കണത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന ഗംഗ മനസ്സിൽ വിചാരിക്കാണ്, ഹോ അപ്പൊ അവന്റെ അമ്മക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ അപകടം വരുത്തി വെക്കണത്, ഈ കല്യാണം കൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നോ എന്ന് ഗംഗപ്രസാദിനെ മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ. ശേഷം ഇല അവിടെ വെച്ചിട്ട് ദിലീപിന്റെ അച്ഛനോട് പറയണ്ടേ, ഇല വെച്ചിട്ടുണ്ട് സർ എന്ന് പറയാണ്. അത് പൈസ എന്ന് ദിലീപിന്റെ അച്ഛൻ ചോദിക്കുമ്പോ, അത് കടയിൽ കൊടുത്താൽ മതി, അല്ല നിങ്ങൾ വന്നതല്ലേ, കൈയോടെ തന്നേക്കാം. എത്രയാ? 500 രൂപ സർ. ഇന്നാ ഇത് 600 രൂപ ഉണ്ട്, 100 രൂപ കൈ വെച്ചു. ശരി സർ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. ശേഷം അച്ഛൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, അതെ ശരിക്കും പറഞ്ഞാൽ അവിടെയും ഇവിടെയായിട്ട് 10-70 പേരെ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു 500 ഇല പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബന്ധുക്കൾ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, വരുന്നവർക്ക് ഇനിയിപ്പോ ഇലയിൽ തന്നെ കൊടുക്കാലോ ഫുഡും കാര്യങ്ങളൊക്കെ, അപ്പൊ നമുക്ക് കഴിച്ചാലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, ഹോ എനിക്ക് കഴിക്കാൻ ഒന്നും തോന്നുന്നില്ല, ഇനി അവൻ തിരിച്ചറിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാര് ദിലീപിന്റെ അച്ഛന്റെ ബന്ധു പറയുന്നുണ്ട്, എന്നാ കഴിക്കണ മുമ്പ് നമുക്ക് കുറച്ചങ്ങോട്ട് കഴിച്ചാലോ. അതിനെന്താ, ദിലീപ് കഴിച്ചില്ലെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് റൂമിൽ സ്റ്റോക്കാണ്, എല്ലാം ഉണ്ട്, നമുക്ക് കുറച്ച് അടിച്ചിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികേനെയാണ് കേട്ടോ. കാർത്തികയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കല്യാണിയും അതുപോലെ തന്നെ കാദംബരിയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ നമ്മുടെ അമലും ഉണ്ട് കേട്ടോ. അപ്പൊ കല്യാണി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമലുയോട് പറയുന്നത്, അമലു ഇനി അടുത്ത വിവാഹം നിന്റെയാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അമലു ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാദംബരി പറയണ്ടേ, ഇവളുടെ വിഷമം അങ്ങ് മാറിയിട്ട് കല്യാണി ഇപ്പോഴും വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. നിന്റെ കൂടെ സ്നേഹിക്കുന്ന ഒരുത്തരുണ്ടായിട്ട് നീ ആ ഗംഗപ്രസാദിനെ സ്നേഹിച്ചല്ലോ, അതിന്റെ ഒരു ചെറിയ ശിക്ഷ ദൈവം തന്നേ ഉള്ളൂ, അവനെ സ്നേഹിച്ചെന്ന് മാത്രം തെറ്റില്ല നീ ചെയ്തിട്ടുള്ളൂ, അബദ്ധമൊന്നും പറ്റില്ലല്ലോ, അതന്നെ വലിയ ഭാഗ്യം എന്ന് നമ്മുടെ കാദംബരി പറയുമ്പോഴേക്കും അമലു വേഗം കല്യാണിനെ നോക്കാണ്. കല്യാണം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാദംബരി പറയണ്ട, അതെ കല്യാണം നിങ്ങളുടെ ഊരി വെച്ച് നടത്തിക്കോ, പക്ഷെ കല്യാണം കണ്ടുള്ള റിസപ്ഷൻ ഇവിടെ വെച്ചിട്ട് തന്നെ നടത്താൻ കേട്ടോ. 10, 50, 50, 60, 70 പേര് അവിടെ വേണമെങ്കിൽ കൊണ്ടുവന്നോ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ.
അതുകൊണ്ട് അമലുവിന്റെ വിവാഹം നമുക്ക് അവിടെ അവര് വിവാഹം നടത്തിയിട്ട് ഇവിടെ റിസപ്ഷൻ അടിച്ചു പൊളിക്കണം. അപ്പോ നമ്മുടെ ചോദിക്കുന്നുണ്ട്, അല്ല അമലുവിന് പുതിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചായിരുന്നില്ലേ കല്യാണി എന്ന് കാർത്തിക ചോദിക്കുമ്പോ വാങ്ങിച്ചായിരുന്നു. പക്ഷെ ഇവർക്ക് ഇവരുടെ കാട്ടിലെ ഡ്രസ്സ് ഇടുമ്പോഴാണ് ആ ഒരു സമാധാനം. അവർക്ക് അങ്ങനെയാ പാടുള്ളൂ എന്നാ പറയണത്. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ഇത് ഇടരുത്, കുറച്ചൊരു മോഡേൺ ഡ്രസ്സ് നമ്മുടെ രീതിയിൽ ഡ്രസ്സ് ഇടണമെന്ന്. രണ്ടുപേർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്, രണ്ടുപേരും ഇടുമായിരിക്കും എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയാട്ടോ. അതേസമയം ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ പതുക്കെ അവരുടെയൊക്കെ കൺവെട്ടിച്ച് മുകളിലേക്ക് പോകാട്ടോ. അതായത് ആ വീടിന്റെ സ്റ്റെപ്പും പുറകുവശം കൂടി മുകളിലേക്ക് പോകാണ്. ശേഷം ആ വീടിന്റെ മുകൾ വശത്തുള്ള ആ വാതിൽ കുത്തി തുറക്കാണ്. എന്നിട്ട് മനസ്സ് വിചാരിക്കണ്ടേ ഏത് ലോക്കും കുത്തി തുറക്കും ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. അകത്തേക്ക് കയറിയ ഗംഗപ്രസാദ് ദിലീപിന്റെ റൂമിലേക്ക് കയറാണ്. ഇതാണ് മണവാള ചെക്കന്റെ റൂം. അവളുടെ വിധി ചിലപ്പോ ഇങ്ങനെയായിരിക്കും, അവന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയാനായിട്ട്. എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അവിടെ കട്ടിലടിയിൽ ഒളിച്ചിരിക്കാട്ടോ. അങ്ങനെ കിരണും അതുപോലെ തന്നെ നമ്മുടെ ഹരിയേട്ടനും രതീഷൊക്കെ പുറത്തിങ്ങനെ നിൽക്കാണ്. കിരൺ പറയുന്നുണ്ട്, കുറച്ചുകൂടി മുറ്റമുള്ള വീടെടുക്കാൻ വേണ്ടി ഞാൻ ലക്ഷ്മി അമ്മയടുത്ത് പറഞ്ഞതാണ്, പക്ഷെ അവർക്ക് ഈ വീട് തന്നെ വേണമെന്ന് പറഞ്ഞേ. കണ്ടില്ലേ, മുറ്റത്തൊരു പന്തലിടാൻ പോലും ഇവിടെ സ്ഥലമില്ല എന്ന് പറയുമ്പോ ഹരിയേട്ടൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല കിരൺ സാറേ, നമ്മൾ പുതിയ വില്ല പണിയുമ്പോ അവിടുത്തെ ഒരു വീട് ലക്ഷ്മിമ്മക്കും കാർത്തികക്കും മാറ്റി വെച്ചിരിക്കല്ലേ, അവിടെ ഇഷ്ടംമാതിരി മുറ്റുണ്ടല്ലോ, ഇനി വല്ല പരിപാടി നടത്താണെങ്കിൽ അവിടെ നടത്താലോ. അത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിലീപും കൂട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്നേട്ടാ. അതെ ദിലീപ് എത്തിയല്ലോ എന്ന് പറയാണ്. വരണം എന്ന് പറഞ്ഞ എല്ലാരും കൈയൊക്കെ കൊടുക്കാണ്. ദിലീപിനോട് പറയുന്നുണ്ട്, കാർത്തിക കാത്തിരിക്കാണ്, വാ എല്ലാരും അകത്തേക്ക് വാ. കൂട്ടുകാരും എല്ലാവരും വിളിക്കുന്നുണ്ട്. കിരൺ അങ്ങനെ എല്ലാവരും അകത്തേക്ക് വരുവാണ്. ആ സമയത്താണ് നമ്മുടെ കാർത്തിക ഇങ്ങനെ കാർത്തികത്ത് പറയുന്നുണ്ട് കല്യാണി, ഇപ്പൊ എന്റെ ചേച്ചിനെ കാണാനേ ഒരു രാജകുമാരിനെ പോലെ ഉണ്ട്, ഇനി രാജകുമാരൻ എപ്പോഴാണോ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു സുന്ദരിയായിട്ടാണ് വരുന്നത്. അതെ ദേ ദിലീപ് മോൻ വന്നിട്ടുണ്ട്. വന്നോ? വാ ചേച്ചി എന്ന് പറയാണ്. അപ്പൊ കാർത്തിക ഒന്നുകൂടി കണ്ണാടി നോക്കുമ്പോ കല്യാണി പറയണ്ടേ, ചേച്ചി നന്നായിട്ടുണ്ട്, എന്റെ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്, വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവരെല്ലാരും കൂടി അവിടെ ഹാളിലേക്ക് പോകട്ടെ. അപ്പൊ ദിലീപ് ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ കിരൺ പറയണ്ട, അതെ ദിലീപിന്റെ ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു. അപ്പൊ ദിലീപ് ഉണ്ട്, അതേതായാലും നന്നായി, ഞാൻ അങ്ങനെ മധുരമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല, അവിടെ കുറച്ച് ഫ്രണ്ട്സ് കൂടി ബാക്കിയുണ്ട്, എന്തായാലും ഇനി ഒരു കേക്ക് മുറിയൊന്നുമില്ല, ഈ കേക്ക് മുറിച്ചിട്ട് നമുക്ക് ആഘോഷിക്കാം എന്ന് പറയണ്ട. കേക്ക് മുറിക്കുന്ന ദിലീപിനോട് പറയുമ്പോ ദിലീപ് കാർത്തിക അടുത്ത് പറയണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുറിച്ചാലോ? അയ്യോ ദിലീപേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, ദിലീപേട്ടൻ മുറിച്ചോ എന്ന് പറയുമ്പോഴേക്കും അമ്മൂമ്മ പറയുന്നുണ്ട്, അതെ ദിലീപിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങളിപ്പോ രണ്ടുപേരും രണ്ടല്ലല്ലോ ഒന്നല്ലേ, അപ്പൊ രണ്ടുപേരും മുറിക്കണതിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും കൈപിടിച്ച് മുറിച്ചോ എന്ന് പറയാണ്. കിരൺ പറയണ്ട്, അടുത്ത വർഷം ഇപ്പൊ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേക്ക് ഒരു ദിവസം നടത്താലോ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒരു ഭാഗ്യാണ് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ദിലീപ് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കേക്ക് കൊടുക്കാണ്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കണേ, ദിലീപിനും എല്ലാവരും കേക്ക് കൊടുക്കാട്ടോ. അങ്ങനെ അവർ വളരെ വളരെ സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. കേക്കൊക്കെ കഴിച്ചു വരുമ്പോ അമ്മൂമ്മ ദിലീപിനോട് പറയണ്ട്, മോനെ സൂക്ഷിക്കണം കേട്ടോ, ദേ പുറത്തിറങ്ങുമ്പോ സൂക്ഷിക്കണം, വെട്ടുകത്തിയായിട്ടോ വെട്ടുപോത്തിനെ പോലത്തെ ഒരുത്ത പുറകിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും കാലന്റെ രൂപത്തിൽ അവൻ എപ്പോഴാ വരുന്നത് പറയാൻ പറ്റില്ല. ദിലീപ് പറയണ്ട്, അമ്മമ്മ അങ്ങനെ അങ്ങ് പേടിച്ചാലോ, നമ്മളെന്നല്ല ഈ ലോകത്തെ എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ട് അമ്മമ്മ, നമ്മുടെയൊക്കെ മുകളിലിരിക്കുന്ന ആൾക്കാർക്കും ശത്രുക്കളൊക്കെ ഇല്ലേ, ഇവിടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്ക് ശത്രുക്കളില്ലേ, അവരൊക്കെ എന്നിട്ട് പുറത്തിറങ്ങുന്നില്ല അമ്മമ്മ, അതുകൊണ്ട് നമ്മുടെ സമയം വയ്ക്കാനെ ഏതൊക്കെ രൂപത്തിലാ കാലൻ വരുന്നത് പറയാൻ പറ്റില്ല, പിന്നെ നമുക്ക് സൂക്ഷിച്ചു പോകാന്നേ ഉള്ളൂ, എന്തായാലും അവനൊന്നും ചെയ്യില്ല അമ്മമ്മ എന്നൊക്കെ ദിലീപ് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നട്ടോ. എന്തായാലും ഗംഗപ്രസാദ് ദിലീപിന്റെ കട്ടിലടി പോയി കിടക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.